പുതിയ സ്ഥലമുണ്ട് ഈ പാലം പോലെ കിടക്കുന്നത്. അപ്പൊ ഇപ്പൊ നമ്മൾ പോകുന്നത് വേമ്പനാട്ട് കായല്, പെരിയാറ്, അറബിക്കടൽ മൂന്നും കൂടി ചേർന്ന ഭാഗമുണ്ട്. വേമ്പനാട്ട് കായല്, പെരിയാറ്, അറബിക്കടല്. അപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കണത് ഏതാണ്ട് 30 അടി ആഴത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ 100 അടി ആഴാവും, അത് 180 അടി ആഴാവും. ആഴം എടുപ്പിക്കല്ല, സ്ഥലങ്ങളെ കുറിച്ച് പറഞ്ഞില്ല. അല്ല, നമ്മൾ ബോട്ടിലാണ് ഇരിക്കുന്നത്. 500 അടി ആഴം നമുക്ക് കുഴപ്പമില്ല. അപ്പൊ കൊച്ചിയിൽ ഏതാണ്ട് 18 ദ്വീപുകളാണ് മൊത്തം. അത് 7 ദ്വീപുകളാണ് ഈ കാണുന്നത്. വെള്ളത്താൽ ചുറ്റപ്പെട്ട സ്ഥലങ്ങളാണ് മൊത്തം കൊച്ചിയിൽ. കായലും കടലും കൂടി ചേർന്ന ഇതായതുകൊണ്ട് എല്ലാം വെള്ളത്തിൽ ചുറ്റപ്പെടും. അതൊരു മനുഷ്യനിർമ്മിതമായ ഒരു ഐലൻഡ് ഉണ്ട്. ആ ഐലൻഡാണ് മനുഷ്യനിർമ്മിത ഐലൻഡ്. അതിന്റെ പേരാണ് വില്ലിംഗ്ടൺ ഐലൻഡ്. റോബർട്ട് ബ്രിസ്റ്റോ വില്ലിംഗ്ടൺ, ഒരു ബ്രിട്ടീഷുകാരൻ ഇവിടെ വന്നിട്ട് അദ്ദേഹം പ്ലാൻ ചെയ്ത് നിർമ്മിച്ചതാണ് ഐലൻഡ്. വില്ലിംഗ്ടൺ, റോബർട്ട് ബ്രിസ്റ്റോ വില്ലിംഗ്ടൺ, അദ്ദേഹത്തിന്റെ പേരാണ്. അപ്പൊ ആ ഐലൻഡിന്റെ പേരാണ് വില്ലിംഗ്ടൺ ഐലൻഡ്. പഴയ എയർപോർട്ട് അതിനകത്തായിരുന്നു. അതുപോലെ കൊച്ചിൻ പോർട്ട്, റെയിൽവേ സ്റ്റേഷൻ, അതുപോലെ തന്നെ നേവൽ ബേസ് ഒക്കെ സ്ഥിതി ചെയ്യുന്ന ആ ദ്വീപിനകത്താണ്. ഫസ്റ്റ് കാണുന്ന പോർട്ടിന്റെ ഓഫീസാണ് കാണുന്ന ബിൽഡിംഗ്, അമ്പലം പോലെ ബിൽഡിംഗ് ആണ്. അതിനപ്പുറത്ത് താജ് ഹോട്ടലാണ്. അപ്പൊ ആ ഐലൻഡാണ് വില്ലിംഗ്ടൺ ഐലൻഡ്. രണ്ടാമത്തെ ഐലൻഡ് ബോൾഗാട്ടി. ഇതാണ് വാട്ടർ മെട്രോ ബോട്ടാണ് ഈ പോകുന്നത് കേട്ടാ. ഇത് അവിടുത്തെ ദ്വീപിലേക്ക് പോവുകയാണ്. വൈപ്പിൻ ദ്വീപിലേക്ക് പോകുന്ന ബോട്ടാണ് അത്. ആ വാട്ടർ മെട്രോ ആ പോകുന്നത്, ചുമന്നും നീലയും ആയിട്ടുള്ളതല്ലേ. അതില് ഇത് യാത്ര വിട്ട് 15 മിനിറ്റ് യാത്ര ഉള്ളത്. അക്കരെ കൊണ്ട് ഇറക്കും, നമുക്ക് ഇക്കരെ വരാൻ വേണമെങ്കിൽ. അത് അവിടുത്തെ ലോക്കൽസ് പോകുന്ന ബോട്ടായിട്ടാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. പിന്നെ അതിന് പ്രത്യേകത AC ഉണ്ട് അതിനകത്ത്, വേറെ പ്രത്യേകതയൊന്നുമില്ല. 15 മിനിറ്റ് യാത്രയാണ്. അപ്പൊ നമ്മള് ഈ രണ്ടാമത്തെ ദ്വീപാണ് ബോൾഗാട്ടി എന്ന് പറയുന്ന ദ്വീപ് കേട്ടാ. ഈ നേരെ കാണുന്നത് ബോൾഗാട്ടി എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടാണ്, ധർമ്മജൻ ബോൾഗാട്ടി സിനിമ നടൻ ഉണ്ട്. അതുപോലെ MG ശ്രീകുമാർ വീട് വെച്ചിട്ടുണ്ട് അതിനകത്ത്. അപ്പൊ ആ ഫസ്റ്റ് കാണുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ബോൾഗാട്ടി പാലസ് എന്ന് പറയും. ഒരു കൊട്ടാരമായിരുന്നു. ഇപ്പൊ അത് ഹോട്ടലാണ്, 3 സ്റ്റാർ ഹോട്ടൽ. പഴയ ഒരു കൊട്ടാരം ഗവൺമെന്റ് ഹോട്ടലാക്കിയിരിക്കുകയാണ്. അപ്പൊ നമ്മൾ അതിനടുത്ത് കൂടെ പോകുന്നത്. അപ്പൊ അത് അടുത്ത് കാണാം. വെള്ളി നക്ഷത്രം, മൈബോസ് സിനിമകളിലൊക്കെ ഷൂട്ട് ചെയ്യുന്ന ആ ഭാഗം അവിടെ വെച്ചിട്ട് ഒരുപാട്. അത് രണ്ടാമത്തെ അത് വല്ലാർപാടം, കപ്പലടക്കുന്നല്ല സ്ഥലം. അത് കഴിഞ്ഞാൽ വൈപ്പിൻകര എന്ന് പറയുന്ന അപ്പുറത്തായിട്ട് കാണുന്നത്. ഓപ്പോസിറ്റ് കിടക്കുന്ന ഫോർട്ട് കൊച്ചി. നേരെ കാണുന്ന കടലാണ്, എൻട്രൻസ് ആണ്. നമ്മുടെ കപ്പൽ വരാനുള്ള ഒരു മാർഗമാണ് കാണുന്നത്. അപ്പൊ നമ്മുടെ ഇതിനകത്താണ് ബോൾഗാട്ടി പാലസ് സ്ഥിതി ചെയ്യുന്നത് കേട്ടാ. നമ്മളിനി കറങ്ങി അവിടുന്ന് പാലങ്ങളുണ്ട്. അതേ ഒരുപാട് പാലങ്ങൾ കാണാം. ഗോശ്രീ പാലം എന്നാണ് പാലത്തിന്റെ പേര്. ഗോശ്രീ പാലം 3 ദ്വീപുകളെ ബന്ധിപ്പിക്കുന്ന പാലാണ് ഗോശ്രീ പാലം. ഒരു പാലം ഇവിടെ, ഒരു പാലം അവിടെയും കാണാം. അതിനപ്പുറത്തൊരു പാലം ഉണ്ട്. അങ്ങനെ 3 പാലങ്ങളാണ്. പാലപ്പുഴ മുകളിൽ കൂടി പോവാം. അതെ, വല്ലാർപള്ളിയാണ് നേരെ കാണുന്നത്. ആ 2 ടവർ പോലെ കാണുന്നത്, വൈറ്റ് ടവർ. അതാണ് വല്ലാർപാടത്തമ്മ. ഇതിനപ്പുറത്തായിട്ട് கடல் பெடுது அப்படியே சூப்பராக அதெல்லாம் இப்போ போடலாம், அதெல்லாம் போட்டலாம். ഒരുപാട് സിനിമകളിൽ പഠിച്ചു. ഇപ്പൊ ഐഡിയ സ്റ്റാർട്ടിങ്ങളൊക്കെ 10,000 എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതാണ് ബോൾഗാട്ടി പാലസ് കേട്ടോ. വെള്ളി നക്ഷത്രം, മൈബോസ് ഒക്കെ ഷൂട്ട് ചെയ്ത സ്ഥലം.